ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയുക ഒരു മികച്ച മാസം തന്നെ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടേതായ ഗ്രൂപ്പ് ഇൻഡ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം സ്വീകരിച്ച് ഇൻഡ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പം നിങ്ങളുടെ റീഡിംഗ് തുടങ്ങുന്ന തന്നെ വീഡിയോയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ 111 എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ 111 എന്നുള്ള നമ്പർ വേണമെങ്കിൽ ഒരുപാട് ഈ അടുത്തായിട്ട് കാണുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഏപ്രിൽ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ക്ലാരിഫൈ ദ 4 of cups. Clarify the page of cups. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി കൊണ്ടുവരുന്നതിനും ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളർച്ച കൊണ്ടുവരുന്നതിനും ആ ഒരു നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. ഓക്കെ, അപ്പൊ അത് നിങ്ങളിലേക്ക് തേടി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് പല രീതിയിലായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. എന്താ പറയാ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച്, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങളെയും അപ്രതീക്ഷിതമായിട്ടുള്ള ചില സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനെയെല്ലാം സ്വീകരിച്ച് എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കേണ്ടത് അത് എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു മാസത്തിൽ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, ഇതിനാണ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കി എല്ലാം അത് കഴിഞ്ഞേ വരുള്ളൂ, വരാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ഗൈഡൻസ്. നിങ്ങൾ അങ്ങനെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ശീലിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അത് ശീലിക്കേണ്ടതുണ്ട്, അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഉന്നതി വരണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തേ മതിയാവൂ. ക്ലാരിഫൈ ദ പേജ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ദ ഡെത്ത്. ഓക്കെ, ഇവിടെ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 of cups ആണ് അണ്ടർലൈങ് എനർജി. ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് കഴിഞ്ഞു പോയതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതാണ് ഈ ഒരു ഏപ്രിൽ മാസം. അപ്പൊ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിനും അതിൽ നിന്ന് മുക്തി നേടുന്നതിനും വരാനിരിക്കുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുന്നതിനും തയ്യാറാകുക. അതോടൊപ്പം ഇപ്പോഴുള്ള ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നോ പറയേണ്ടോടത്ത് നോ പറയാൻ ശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങളുടെ ഒതന്റിക് വേർഷനിൽ ആയിരിക്കുക. എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ എന്നേക്കും കിട്ടണമെങ്കിൽ ഈ പീപ്പിൾ പ്ലീസിങ് ചെയ്ത കുറച്ച് നാളത്തേക്കൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ലൈം ലൈറ്റിൽ നിൽക്കാനൊക്കെ പറ്റും. ഓക്കെ, പക്ഷെ ഒരു സമയമുണ്ട്, ആ സമയത്ത് നിങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോ ആ ഒരു സന്ദർഭത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഇപ്പോൾ സ്നേഹിക്കുന്നവരും അത്രയും നിങ്ങളെ എന്താ പറയാ ഇങ്ങനെ വലിയ ഒരു സംഭവമായിട്ട് കാണുന്ന ആളുകള്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ബഹുമാനിക്കുന്നവരൊക്കെ അതുപോലെ നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഒതന്റിക്കായി നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളായി തന്നെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും നിങ്ങളോടുള്ള ഒരു സമീപനം, ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, നിങ്ങളുടെ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് നിങ്ങൾക്ക് എന്നേക്കും ഉള്ളതാ, അത് മാറില്ല.
മനസ്സിലായോ? കാരണം നിങ്ങൾ ഇവിടെ വേറൊരാളായിട്ടല്ല നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും, അതാണ് ശരിയായ രീതി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റെസ്പെക്ട്ഫുള്ളി. പക്ഷെ പറയാനുള്ളത് പറയണം, മനസ്സിൽ വെച്ചിരുന്നിട്ട് അതിങ്ങനെ സപ്രസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ ഒരു സ്ട്രെസ്, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സമാധാനത്തിലായിരിക്കേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം. ജീവിതത്തിന് വരുന്ന പോലെ സ്വീകരിച്ച് ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ കൂടെ റിലാക്സ്ഡ് ആകണം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബി ഒക്കെ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ ചെയ്യാത്തതാണ്, കുറെ നാളായിട്ട് അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അതൊക്കെ ചെയ്യുക. ഓക്കെ, ആ ഹോബി ഒക്കെ വീണ്ടും തുടങ്ങുക. കുറച്ച് സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഒരു പീസ്ഫുൾ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ശ്രമിക്കണം. അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. Clarify the 9 of Wands. Clarify the 8 of Pentacles. Okay. പിന്നെ അണ്ടർലൈങ് എനർജി മജീഷ്യൻ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, അത് കൃത്യമായി സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മാസമാണ്. എനർജറ്റിക്കലി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മാനിഫെസ്റ്റേഷന് ഏപ്രിൽ മാസം. അപ്പൊ നിങ്ങളോട് എന്താ പറയണത് വെച്ചാല്, നിങ്ങളുടെ സ്ട്രഗിൾസ് അവസാനിക്കാൻ പോകുകയാണെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, എത്രയൊക്കെ നിങ്ങൾക്ക് പ്രസന്റ് റിയാലിറ്റിയിൽ നിങ്ങളൊരു പ്രോഗ്രസ് കാണുന്നില്ല എന്നതിനർത്ഥം നിങ്ങൾ പ്രശ്നത്തിൽ തന്നെ ആയി പോകുന്നല്ല. അത് അവസാനിക്കുന്നതിന്റെയാണ് കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രഗ്ലിംഗ് ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതിനായിട്ട് എത്രയൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും, ആ ഒരു ലക്ഷ്യത്തിനെ കൈവിടാതെ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് അതിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്ത് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിലേക്ക്, നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ പ്രയത്നിക്കുന്നു അതനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കും. നിങ്ങൾ എടുക്കുന്ന അത്രയും, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ച്. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുത്ത് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് പോയിട്ടുണ്ടെന്ന് നോക്കി നോക്കൂ. അതിനനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലർ നിങ്ങളുടെ ലക്ഷ്യം പ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും. ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു മാസത്തില് നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട്, സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്രത്തോളം ആ ലക്ഷ്യത്തിനോട്, സ്വപ്നത്തിനോട് അടുക്കുന്നു, എത്രത്തോളം അതിലേക്ക് ദൂരം കൂടുന്നു എന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ പ്രവൃത്തി, ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ മറ്റൊന്നിനെയും പഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അത് ഈ നിങ്ങളെ ലക്ഷ്യം നേടുന്നതും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതും ലക്ഷ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അതിൽ നിന്ന് തെന്നിമാറി പോകുന്നതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അങ്ങനെ ഒരു മാസമാണത്. കാരണം 6 of Pentacles ആണ്. നിങ്ങൾ എന്തെടുക്കുന്നോ അതനുസരിച്ച് അത് തന്നെ റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ, ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ചിന്തിക്കാതെ, എത്ര പ്രശ്നങ്ങളിലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുത്തിരിക്കും, ഞാൻ എന്തായാലും ഇതിൽ സക്സസ്ഫുൾ ആയിരിക്കും, ആ ഒരു ദൃഢനിശ്ചയത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ആക്ഷൻസും എടുത്ത് അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു പ്രത്യാശയോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ആ ഒരു പുരോഗതി, ഫോർവേഡ് മൊമെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തും, അല്ലെങ്കിൽ ലക്ഷ്യത്തിന് വളരെ അടുത്ത് നിങ്ങൾ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പൊ ഞാൻ ലക്ഷ്യം, സ്വപ്നം എന്ന് പറഞ്ഞ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്ത് ഔട്ട്കം ആണോ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ എത്രത്തോളം അതിനായിട്ട് എഫേർട്ട് എടുക്കുന്നു എന്നതിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങൾ മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങള്, അതുപോലെ തന്നെ ചാലഞ്ചസ്, ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, യൂണിവേഴ്സിന്റെ മാർഗനിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓക്കെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു സ്പെഷ്യൽ, അത് ഏപ്രിൽ മാസത്തിലേക്ക് ഈ മന്ത്ലി ടാരോ ഗൈഡൻസിന്റെ ഒരു എന്താ പറയാ പേഴ്സണൽ റീഡിംഗ്
സർവീസ് ആണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. കോൺടാക്ട് ഡീറ്റെയിൽസും അവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവരെ എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബുക്ക് ചെയ്ത് 4-ാം ദിവസമാണ് നിങ്ങൾക്ക് റീഡിംഗ് ലഭിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ റീഡിംഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നു. വളരെ നല്ലൊരു ഏപ്രിൽ 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ഏപ്രിൽ മാസം ഏപ്രിൽ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, clarify the Eight of Pentacles, clarify the Eight of Swords, underlying energy justice ആണ്. ഇവിടെ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളിലുള്ള സെൽഫ് ഇൻഫ്ലക്റ്റഡ് ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ ബൈൻഡ്സ്. ഓക്കെ, അതായത് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അതിനെ കുറച്ച് ആലങ്കാരികമായി പറയുന്നതാണ് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ബൈൻഡ്സ്. നമ്മൾ സ്വയം നമ്മളിൽ തന്നെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ചില എന്താ പറയേണ്ട കൺസ്ട്രെയിൻസ്, ഓക്കെ, റെസ്ട്രിക്ഷൻസ്. അത് നമ്മുടെ വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനത്തെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തുക. അവിടെ നിങ്ങളുടെ ഈഗോ നിങ്ങളെ എഫക്ട് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് ഇങ്ങനെ ഉണ്ട് എന്ന് കാണുമ്പോൾ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്നിട്ട് ഒരു ന്യായം നിങ്ങൾ സ്വയം കണ്ടെത്തരുത്. നിങ്ങൾ ഇത് ആരുടെ മുന്നിൽ ബോധിപ്പിക്കാനുള്ളതല്ല, നിങ്ങൾ സ്വയം ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എന്താണ്, നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്, ഇത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, എന്നിട്ട് ഫുള്ളി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ റിലീസ് ചെയ്യുന്നതിനാണ്. അതായത് ഈ ഏപ്രിൽ മാസം കഴിയുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റണം, മാറാൻ കഴിയും. അതിനുള്ള അവസരമുണ്ട്. ആ അവസരം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം. ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഇൻസെക്യൂരിറ്റീസും റിലീസ് ചെയ്യുമ്പോൾ, അതിൽ നിന്ന് മുക്തി നേടുമ്പോഴാണ് നിങ്ങളുടെ നെക്സ്റ്റ് ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പൊ അവിടെ നിങ്ങളുടെ ഇമോഷണൽ ലോജിക്കൽ സൈഡ് ഒരു ബാലൻസ്ഡ് ആയിരിക്കണം, വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അനുകമ്പയും ഒരു സ്നേഹമൊക്കെ നിങ്ങൾ കാണിക്കേണ്ട സമയം കൂടിയാണ്. മനസ്സിലായോ? അപ്പൊ ചില സമയങ്ങളിൽ എന്താ പറയുക, ചില സന്ദർഭങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളത് തിരിച്ചറിയാം. അപ്പൊ ആ ഒരു സമയത്ത് അയ്യോ ഞാൻ എന്തിങ്ങനെ, എന്തെങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകൾ എന്ന് സ്വയം വിമർശിക്കാതെ, ഓക്കെ, അത് വളരെ ഒരു സ്നേഹത്തോടെ ഒരു അനുകമ്പയോട് കൂടെ ആ സിറ്റുവേഷനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. സെൽഫ് ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ പറ്റിയത് അത്രയും നല്ലത്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ 100 ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, പക്ഷെ നമ്മളെ ഉത്സാഹം നമുക്ക് നൽകുന്നതിന്, നമ്മളെ എൻകറേജ് ചെയ്യുന്നതിന് ആരുമില്ല. വളരെ കുറച്ച് പേര്, 1-2 പേര് ഉണ്ടായി, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ അത് ആർക്കാ ചെയ്യാൻ പറ്റുക? നമുക്ക് സ്വയമാണ് ചെയ്യാൻ പറ്റുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ ഒരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സമയം, ഓക്കെ, പരമാവധി സമയം ഈ പറയുന്ന സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഇൻസെക്യൂരിറ്റീസും കണ്ടെത്തി സ്നേഹത്തോടെ അനുകമ്പയോടെ അതിൽ നിന്ന് നിങ്ങൾ മുക്തി നേടുക. നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹവും അനുകമ്പയും നിങ്ങൾ നൽകണം. മനസ്സിലായോ? Clarify the Two of Pentacles. Okay. Clarify the Three of Cups. Underlying energies, star ആണ് ഇവിടെ. Underlying energy 3 of Pentacles. Okay. Again, നിങ്ങൾക്ക് കുറേം കൂടെ നല്ലൊരു ഡിസിഷൻ, ഒക്കെ എന്തൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാലും, ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ട് പറയുമ്പോൾ എന്തൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ എടുക്കുന്നതായിട്ട് കാണുന്നു. ആ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച ഒരു തീരുമാനത്തിലെത്താം. ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് കുറേം കൂടെ ഒരു വ്യക്തമായ ഒരു ഗൈഡൻസ് വേണം
അതിനെക്കുറിച്ച് കുറേ കൂടി ഒരു വ്യക്തത വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട, നിങ്ങളോടൊപ്പം എന്നും എപ്പോഴും നിങ്ങളുടെ ഏതൊരു സാഹചര്യത്തിലും ഒരേപോലെ നിങ്ങളോടായിരിക്കുന്ന വ്യക്തികൾ, ഓക്കെ, അവരുമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ആ ഒരു തീരുമാനം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടത്, ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അവരോട് അത് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അവര് തരുന്ന പുതിയ ചില എന്താ പറയാ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ആ ഒരു സന്ദർഭത്തെ കുറിച്ചിട്ട്. അവര് തരുന്ന പുതിയ അറിവുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ കണക്കാക്കി അതൊക്കെ കൺസിഡർ ചെയ്ത് നിങ്ങൾ സമാധാനത്തോടെ ആയിരുന്നു കൊണ്ട് തീരുമാനത്തിലെത്തുക. ഓക്കെ, ഒരു തീരുമാനം എടുക്കുന്നതിനും ധൃതി വെക്കാൻ പാടില്ല. പക്ഷെ ഒരു തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ശ്രദ്ധ കൊടുക്കുക. അതിനിങ്ങനെ പിന്നെ ആവാം എന്ന് മാറ്റരുത്. അതിന് പ്രാധാന്യം കൊടുക്കുക. പക്ഷെ പറഞ്ഞ പോലെ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് അതേപോലെ തന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യണം അപ്പൊ ഞാനും ഇങ്ങനെ ചെയ്യണേ, അങ്ങനത്തെ ടെൻഡൻസി വേണ്ട എന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആ തീരുമാനം എടുക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ തീരുമാനം എടുക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ടായിരിക്കണം. ആ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ഭാവിയിൽ നല്ലതേ ഉണ്ടാകുള്ളൂ, അങ്ങനെ ഉറപ്പുള്ള ആ ഒരു ഓപ്ഷൻ, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഉറപ്പ് തരുന്ന വഴി അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ അത് നിങ്ങൾ സ്വയമാണ് തീരുമാനിക്കേണ്ടത്, മറ്റൊരാളല്ല നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കൂടെ, ശരിയായ സപ്പോർട്ട് തരാൻ, ശരിയായ തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ആക്ഷൻ എന്താ പറയാ, ഈ തീരുമാനങ്ങളിലൂടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി ജീവിതത്തിലേക്ക് കുറേം കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ടുവരാനായിട്ട്, ശരിയായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അത് വഴിവെക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം, വിശദമായി അറിവ് നേടിയിട്ടുണ്ടാവണം. ആ കേൾക്കുന്ന കാര്യം അങ്ങനെ എടുത്തിട്ട് ഒരു ഡിസിഷൻ എടുക്കല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ഓപ്ഷൻസും നിങ്ങൾ ആലോചിക്കുക. ഇതെങ്ങനെയാണ് എൻ്റെ ലൈഫിനെ എഫക്ട് ചെയ്യുക, ഞാൻ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരിക, എങ്ങനെയാണ് അതെൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിനെ ഭാവി ജീവിതത്തിനൊക്കെ അത് എഫക്ട് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് ഒരു ഐഡിയ കിട്ടിയിരിക്കണം. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള, നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും ഒരുപോലെ ആയിരിക്കുന്ന വ്യക്തികൾ, അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അവർ നൽകുന്ന സജഷൻസ്, അവരുടെ അഡ്വൈസസ്, അവർ നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും ഈ സിറ്റുവേഷനെ കുറിച്ച്, അവരുടെ പെർസ്പെക്റ്റീവ്, അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ, ഈ പറഞ്ഞ ആളുകളുടെ അടുത്ത് നിന്ന് അത് ചോദിക്കാൻ മടി വിചാരിക്കരുത് നിങ്ങൾ. ഓക്കെ, clarified process. നിങ്ങളോട് പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ആരോടൊക്കെയാണ് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത്, എത്രത്തോളം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം. ഓക്കെ, ഓവർ ഷെയറിങ് പരമാവധി ഒഴിവാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഹെൽത്തി ബൗണ്ടറീസ് എല്ലാവരായിട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ ബൗണ്ടറി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളും അവരുടെ ബൗണ്ടറീസ് ബ്രീച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ മനസ്സ് എപ്പോഴും സമാധാനത്തിലായിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കാരണം ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ശാന്തത വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോഴാണ് ഓരോ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത ലഭിക്കുള്ളൂ. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ഈ പറയുന്ന വ്യക്തത ഉണ്ടാവില്ല, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനവും ശാന്തതയും കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ആയിരിക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു സമാധാനം നൽകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ആരോടൊക്കെ ഇരിക്കുമ്പോഴാണ് അങ്ങനത്തെ സംഭാഷണങ്ങൾ ഉണ്ടാവുന്നത്, ആരോടൊക്കെ സമയം ചെലവഴിക്കുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നത്, കൂടുതൽ ഒരു എന്താ പറയാ ശാന്തത അനുഭവിക്കുന്നത്, അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ ആയിരിക്കുക. അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുക, നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുക. അങ്ങനെ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടും ഏറ്റവും ഒരു റെസ്റ്റ്, ഒരു പീസ്ഫുൾ എനർജിയിലായിരിക്കേണ്ട സമയമാണ് ഏപ്രിൽ മാസം. അത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഓക്കെ. നിങ്ങൾ ഒരു പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. അതിന്റെ പീക്ക്, അതിന്റെ ഒരു എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു സമയം ഏപ്രിൽ മാസത്തിലായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. പക്ഷേ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ തന്നെ അതിനുള്ള പ്രൂഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിന്റെ. അപ്പൊ ആ ഒരു സമയം നിങ്ങൾക്ക് വളരെ സമാധാനത്തോടെ ആ ട്രാൻസ്ഫോർമേഷനോടെ കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുക. അതിന് സഹായിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങളൊരു സ്ട്രെസ്ഫുൾ എനർജിയിലാകുകയും ഈ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഒരു ഡിലേ ഉണ്ടാകാൻ അല്ലെങ്കിൽ അതിലൊരു തടസ്സം ഉണ്ടാകാനും ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം എനർജിയുടെ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ, ഏറ്റവും റിലാക്സ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയിലേക്ക് മാറുന്നത്. അത് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ എളുപ്പത്തിൽ നടക്കുന്നതിന്, നിങ്ങൾക്കധികം ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുന്നതിന് സഹായിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ, ചാലഞ്ചസ് പ്രതീക്ഷിക്കാം, എങ്ങനെയായിരിക്കും ഒരു ഓവറോൾ എനർജി, ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ, പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ് ഏപ്രിൽ മാസത്തില്, പിന്നെ യൂണിവേഴ്സിന്റെ മാർഗനിർദ്ദേശം, നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ, നിങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിലേക്ക് നിങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ റീഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഏപ്രിൽ 2026 ഗൈഡൻസ് എന്ന റീഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാവുന്നതാണ്. വായിച്ചു നോക്കി താല്പര്യമുള്ളവർ നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. വളരെ നല്ലൊരു ഏപ്രിൽ മാസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ നിങ്ങളുടെ ഏപ്രിൽ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Okay, Knight of Cups. Clarify the Knight of Cups. Clarify the Four of Swords. നിങ്ങളെ തേടി പല വാർത്തകൾ, കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ, ഓരോ കമ്മ്യൂണിക്കേഷൻസും വളരെ ശാന്തതയോടെ സ്വീകരിക്കാം. ഓക്കെ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഓരോ കമ്മ്യൂണിക്കേഷനും നിങ്ങൾ സ്വീകരിക്കുന്നതിനും അതിലേർപ്പെടുന്നതിനും. കാരണം നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്തിട്ടുകൊണ്ട് കേൾക്കുക. അതായത് അതിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാനിരിക്കരുത്. നിങ്ങൾ കൂടുതൽ ലിസൺ ചെയ്യണം. ഓരോ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതിലൂടെ നിങ്ങൾക്കുള്ള മെസ്സേജസ്, അല്ലെങ്കിൽ അതിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ക്ലൂസ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിലൂടെ നിങ്ങളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തൊരു കമ്മ്യൂണിക്കേഷൻ, എന്തൊരു കാര്യം സംഭവിക്കുമ്പോഴും നിങ്ങൾ അത് വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് ഒന്നും മനസ്സിലേക്ക് എടുക്കാതെ അത് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? റിയാക്ട് ചെയ്യാനല്ല അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിലൂടെ, ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ എന്താണ് യൂണിവേഴ്സ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ ഒരു ഉദ്ദേശം. ആ ഇന്റൻഷനാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. എത്രത്തോളം നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കുന്നു അത്രത്തോളം കുറെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് മനസ്സിനെ സ്വസ്ഥമാക്കി വെച്ച് ശാന്തമായ ഒരു എനർജിയിൽ നിങ്ങൾ ഏപ്രിൽ മാസത്തിലായിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഈ പറയുന്ന പോലെ നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല വാർത്തകൾ, അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. Okay. King of Cups. Clarify the King of Cups. Two of Cups. Clarify the Two of Cups.
ഡബിൾ. ഓക്കെ, എടുത്തു ചാടി പ്രണയബന്ധങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ രണ്ടാമത് പറയണത്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലാത്ത ഒരു മാസമാണ് ഏപ്രിൽ മാസം. വളരെയധികം ഒരു എന്താ പറയണ്ടേ, ഇമോഷണലി ചിന്തിച്ച് വൈകാരികമായിട്ട്, കാരണം പ്രണയം എന്ന് പറയുമ്പോൾ അവിടെ വികാരങ്ങൾക്കാണ് സ്ഥാനം കൂടുതൽ വരിക അല്ലെ. പക്ഷെ അങ്ങനെ പാടില്ല. ഈ ഒരു മാസത്തില് വികാരങ്ങൾ ഉണ്ടാവണം, അതോടൊപ്പം നിങ്ങളുടെ ലോജിക്കൽ സൈഡും ഈക്വലി ഉണർന്നിട്ടുണ്ടാവണം. അതും ആക്റ്റീവ് ആയിരിക്കണം. കാരണം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഇമോഷൻസ്, ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന പല കാര്യങ്ങളും, പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയും അത് എന്താ പറയാ റൊമാൻറ്റിസൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായോ. അപ്പൊ അത് ടോക്സിക് ആയ കാര്യത്തിന് ടോക്സിക് ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മുടെ ലോജിക്കൽ സൈഡും വളരെയധികം ആക്റ്റീവ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സ് അതാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, കാരണം പിന്നെ അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഒബ്സഷൻസ്, പൊസസീവ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ചില ട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ അതും റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത്തരം ട്രൈറ്റ്സ് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിട്ടിരിക്കുന്ന ആളുകൾ, ഓക്കെ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈ ഒബ്സഷൻ അല്ലെങ്കിൽ പൊസസീവ് ട്രൈറ്റ്സ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് നിങ്ങൾ അത് റിലീസ് ചെയ്യുന്നതിന്, അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ട്രൈറ്റ്സിൽ നിന്ന് മുക്തി നേടുന്നതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, നിങ്ങൾ ആയിരിക്കുന്ന കണക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത്, അതാണ് നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ച് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി ടേൺ, ഒരു ഹെൽത്തി ഷിഫ്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങൾക്കുള്ള നല്ല കണക്ഷൻ എങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിലേക്ക് എത്തിച്ചേരുന്നതിനും അത് നിങ്ങളെ സഹായിക്കും. അപ്പോ ഇവിടെ എന്താ പറയാ, കുറച്ചൊരു എപ്പോഴും എല്ലാവരും പ്രണയത്തെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള മെസ്സേജ് അല്ല ഇവിടെ, പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമാണ്. അണ്ടർലൈൻ എനർജി നോക്കൂ, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ഫോക്കസ് ഓൺ ദ ലവ് ദാറ്റ് യു ഡിസേർവ് എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്നത്. പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ഈ ഏപ്രിൽ മാസത്തില് പ്രണയത്തിലാവാനായിട്ട് ഒരു ധൃതി വേണ്ട. മനസ്സിലായോ? നിങ്ങൾ വളരെയധികം മൈൻഡ്ഫുൾ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ലവ് ഇൻട്രസ്റ്റ് നിങ്ങളോട് മിങ്കിൾ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ വാക്കുകളിൽ അങ്ങനെ എന്താ പറയണ്ടേ, അവരുടെ ഒരു പറയുന്ന വാക്കുകളിൽ അങ്ങനെ ലയിച്ചു പോകാതെ അവരുടെ ആക്ഷൻസും അവർ പറയുന്ന വാക്കുകളും തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആണ്, ഓക്കെ, എത്രത്തോളം സിംഗിൾ ആണ് എന്നുള്ളത് നോക്കണം. അവരിലുള്ള ടോക്സിക് ട്രൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് ക്ലൂസ് തരുന്നതാണ്. ഓക്കെ, ആ ഒരു ഡിസ്റ്റർബൻസ് മനസ്സിൽ വരുമ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതിലൊരു അസ്വസ്ഥത കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചുമ്മാ തോന്നിയതാവും, അത് ചിലപ്പോൾ ടെൻഷൻ കൊണ്ടാവും, അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു എന്താ പറയാ ഓവർലി ഇമോഷണലി ഇൻവോൾവ് ആയിട്ട് ഓവർവെൽംഡ് ആയിട്ട് അങ്ങനെ അങ്ങ് പോവാൻ പാടില്ല ഈ ഏപ്രിൽ മാസത്തില്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതത്തില്, ഓക്കെ, പ്രണയബന്ധങ്ങളില് നിങ്ങൾ കുറേയും കൂടെ മെച്ചോർ ആയിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പ്രണയബന്ധത്തിൽ തന്നെയാണോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പാർട്ട്ണർ തന്നെയാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട. ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്തേണ്ട ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. ഓക്കെ, അപ്പോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന റിലേഷൻ നിങ്ങൾക്ക് നല്ലതല്ല, ഓക്കെ, നിങ്ങൾക്ക് അത് തിരിച്ചറിയണം, ഇതല്ല നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പാർട്ട്ണർ. പക്ഷെ ആ ഒരു നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സിന്റെ ബേസിൽ, ഓക്കെ, നിങ്ങൾ ഇത് വിട്ട് കളയാതെ അതിൽ മുറുകെ പിടിച്ച് അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് അന്യായം ചെയ്യണത്. കാരണം നിങ്ങൾ അത്രയും അർഹിക്കുന്ന, നിങ്ങൾക്ക് ഫുള്ളി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേറെ ഉണ്ട്, ഒരു പാർട്ട്ണർ ഉണ്ട്, അയാളിലേക്ക് നിങ്ങൾ പോകാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. അപ്പൊ അവിടെ നിങ്ങളോട് തന്നെ ഒരു അന്യായം ചെയ്യുന്നു. മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണറോട് നിങ്ങൾ അന്യായം ചെയ്യാണ്. അവരുടെ ശരിയായ പാർട്ട്ണർ, അവർക്ക് ഈ ജന്മത്തിൽ അവർക്ക് യൂണിവേഴ്സ് കരുതിയിട്ടുള്ള അവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള പാർട്ട്ണറിലേക്ക് എത്തുന്നതിനും നിങ്ങൾ തടസ്സം നിൽക്കാണ്. മനസ്സിലായോ? അപ്പൊ അത് നല്ലൊരു പ്രവണതയല്ല എന്ന് മനസ്സിലാക്കാം. സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥത പാടില്ല. പ്രയോറിറ്റൈസ് ചെയ്യാം നിങ്ങളെ, പക്ഷെ ഒരിക്കലും സെൽഫിഷ്നെസ് ആയിരിക്കരുത് അത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. കാരണം ഡബിൾ എനർജി വളരെ സ്ട്രോങ്ലി പ്രസന്റ് ആണ് ഇവിടെ. അപ്പൊ ആ ഒരു ഡബിൾ എനർജിയുടെ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയുടെ ഒരു പ്രസൻസ്, ഓക്കെ,
ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാണ് ആസ് എ പാർട്ട്ണർ നിങ്ങളിലുള്ള ടോക്സിക് ട്രൈറ്റ്സ് അൺഹെൽത്തി ട്രൈറ്റ്സ് നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ അത് തിരിച്ചറിയുമ്പോൾ എന്താ വേണ്ടത്, അത് റിലീസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ റിയലൈസേഷൻ കിട്ടുമ്പോൾ എന്ത് ഈ ആളല്ല എനിക്കുള്ളത് എന്നുള്ള, അല്ലെങ്കിൽ ഇതല്ല ഞാൻ ഡിസേർവ് ചെയ്യുന്ന കണക്ഷൻ എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് വിട്ടുകളയാൻ ഒരു എന്താ പറയാ, അത് വിട്ടുകളയുമ്പോൾ ഒരു നിങ്ങൾ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് തോറ്റുപോയി എന്നൊരു തോന്നല്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ നല്ലത് കിട്ടില്ല എന്നുള്ള ഒരു പേടി, അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മൂലം അതിനെ വിട്ടുകളയാതെ അതിൽ മുറുകെ പിടിച്ച് നിങ്ങളും സഫർ ചെയ്യുന്നു, നിങ്ങളുടെ പാർട്ട്ണറിനെയും സഫർ ചെയ്യിച്ച് മുന്നോട്ട് പോകുക. ഇതൊക്കെ അൺഹെൽത്തി ആണ്. ഇതൊന്നും ലോങ് ടേമിലേക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതല്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്ക് കൂടുതൽ ഹാർട്ട് ബ്രേക്കിനാണ് ഇടവരുത്തുക. അപ്പൊ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രണയം അത് കണ്ടെത്തുന്നതിലായിരിക്കണം സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികളുടെ പ്രധാന ശ്രദ്ധ. അത് ഏപ്രിൽ മാസത്തിൽ കണ്ടെത്തിയില്ലെങ്കിൽ വേണ്ട, അതിന് കൃത്യസമയത്ത് അത് നടന്നോളും. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും കരുതലും നിങ്ങൾ സ്വയം നൽകാനായിട്ട് ശീലിക്കുക. ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകളും ഈ പറഞ്ഞ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പാർട്ട്ണർ ആണോ എന്നുള്ളതാണ് നിങ്ങളും നോക്കി മനസ്സിലാക്കേണ്ടത്. Clarify the hangman. Clarify the Eight of Wands. ഓക്കെ, ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റക്ക് എനർജിയാണ്, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫോർവേഡ് മൊമെന്റ്, നിങ്ങൾ എന്താ ആക്ഷൻ എടുക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാരിറ്റി, വ്യക്തത നിങ്ങൾക്ക് ഈ ഒരു മാസം ആണ് കിട്ടുന്നത്, ഏപ്രിൽ മാസത്തിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ആണ്. അതായത് ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ വേറൊരു ആംഗിളിൽ നിന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് ഈ ഏപ്രിൽ മാസത്തില്. അല്ലെങ്കിൽ വേറൊരാളുടെ വ്യൂ പോയിന്റിൽ നിന്ന് നിങ്ങൾ അത് കാണുകയാണ്, നിങ്ങളുടെ സാഹചര്യത്തിനെ കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള അവസരങ്ങൾ, ആ ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുന്നതിന്, പുരോഗതി കൊണ്ടുവരുന്നതിന് എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. എന്ത് ആക്ഷൻ എടുക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുന്നു. അത് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ആക്റ്റീവായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തിരിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ആക്ഷൻ എടുത്തിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അവിടെ വീണ്ടും പേടിച്ചും പരിഭ്രമിച്ചും നിൽക്കാതെ ഓക്കെ ഇതാണ് ഞാൻ ചെയ്യേണ്ട ആക്ഷൻസ്, അതായത് കണ്ടോ ഓവർ തിങ്ക് ഒക്കെ ചെയ്യാതെ ഈ ഒരു വ്യക്തത കിട്ടുമ്പോൾ ഓക്കെ അപ്പൊ ഞാൻ എടുക്കേണ്ട ആക്ഷൻ ഇതാണ്, ഇന്ന ദിശയിലാണ് ഞാൻ പോകേണ്ടത്, ഇന്ന കാര്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനടി ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ആ പറഞ്ഞ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ, അത് ആ ഒരു പുതിയ കാഴ്ചപ്പാട് അല്ലെ, ഓക്കെ അതിലൂടെ പോവാ, അതിനെ ഫോളോ ചെയ്ത് പോവാ, ധൈര്യസമേതം ആത്മവിശ്വാസത്തോടെ പോവാ. അതിൽ നിങ്ങൾക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ ആ ഒരു മേഖലയിൽ ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ തന്നെ ആ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കണം, നിങ്ങൾ ഏത് ദിശയിലാണ് പോകേണ്ടത്, എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത കിട്ടുമ്പോൾ അത് സ്വീകരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അത് ചെയ്യാൻ നിങ്ങൾ കാലതാമസം നേരിടുകയാണെങ്കിൽ, അത് ചെയ്യാനായിട്ട് നിങ്ങൾ വൈകിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ മേഖലയിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതിനും കാലതാമസം എടുക്കും. ഓക്കെ, അപ്പൊ ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തായിരിക്കാം. ഓക്കെ, അതിലൂടെ നിങ്ങളോട് യൂണിവേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഈ ഒരു പുതിയ പെർസ്പെക്റ്റീവ് കിട്ടുമ്പോൾ അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ദിശ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതിനർത്ഥം അത് അസാധ്യമാണെന്നല്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നല്ല, നിങ്ങളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് തയ്യാറാണ് എന്ന തിരിച്ചറിവോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ എടുക്കേണ്ട ആക്ഷൻ എടുക്കുക, യൂണിവേഴ്സ് കാണിച്ചിരുന്ന ദിശയിലൂടെ മുന്നോട്ട് പോകുക. ഓക്കെ, വിജയം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ, ചാലഞ്ചസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും, പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പ്രധാനപ്പെട്ട തീയതികൾ, പിന്നെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാവുന്നതാണ്. താല്പര്യമുള്ളവർ അത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ കമന്റ് സെക്ഷനിൽ തന്നെ നൽകിയിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക.
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഒപ്പം വളരെ നല്ലൊരു ഏപ്രിൽ മാസം ആശംസിക്കുന്നു. താങ്ക് യു.